ആളുകൾ പലപ്പോഴും പുറം ലോകത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതവും എൻ്റെ സാഹചര്യങ്ങളും എനിക്കെതിരാണ്. എനിക്കാരും തന്നെ തുണയായില്ല. ഈ ലോകം മുഴുവനും എനിക്കെതിരാണ്. വിധി എപ്പോഴും എന്നെ തോൽപ്പിക്കുന്നു എന്നെല്ലാം അവർ വിലപിക്കുന്നു. എന്നാൽ സത്യം എന്തെന്നറിയാമോ? നമ്മുടെ പോരാട്ടം നമ്മുടെ ഉള്ളിലാണ്, അല്ലാതെ പുറമെയല്ല. നമ്മുടെ ഉള്ളിലെ സാഹചര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും വരാതിരിക്കുന്ന കാലത്തോളം പുറമെയും യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരേ സാഹചര്യത്തിൽപ്പെട്ട് ഒരാൾ കൂടുതൽ ശക്തനാവുകയും മറ്റേയാൾ കൂടുതൽ തകർന്നു പോകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് സാഹചര്യങ്ങളിലല്ല, ആ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ മനസ്സ് എപ്പോഴും ദേഷ്യത്തിലും ഭയത്തിലും ഉത്കണ്ഠയിലും ആടി ഉലഞ്ഞുകൊണ്ടിരുന്നാൽ പുറമെയുള്ള സന്തോഷങ്ങൾക്ക് നമ്മളെ തേടിയെത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. യഥാർത്ഥ സുഖമെന്ന് പറയുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലെ ബഹളങ്ങൾ അടങ്ങി ഒതുങ്ങുമ്പോഴാണ് ആ സുഖം നമുക്ക് അനുഭവയോഗ്യമായി തുടങ്ങുന്നത്. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ സന്തോഷത്തിൻ്റെ തിരമാലകൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമ്മളെ തേടിയെത്തുന്നു. മനസ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ല, അത് നമ്മുടെ ജീവിതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. മനസ്സ് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ആ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ തിരമാലകൾ നമ്മളെ തേടിയെത്തും. മനസ്സിൻ്റെ സ്ഥിരത തകർന്നേക്കാം, പക്ഷെ അതിനെ നമുക്ക് വീണ്ടും നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓരോ തവണ ഓരോ പ്രശ്നത്തിൽപ്പെട്ട് നമ്മുടെ മനസ്സ് നമ്മളെ തളർത്തുമ്പോഴും അവിടെ തന്നെ വീണ് കിടക്കാതെ എഴുന്നേൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖം ഒരു സ്ഥിരതയല്ലെന്നും മറിച്ച് ഇതിൽ നിന്നാണ് നമുക്ക് നല്ല അറിവും പാഠങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദുഃഖത്തിലേക്ക് വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താതെ നമ്മൾ എവിടെ നിന്നാണ് തകരുന്നത്, നമ്മൾ എവിടെ നിന്നാണ് ചിതറുന്നത്, എന്ത് കാര്യമാണ് നമ്മുടെ മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അവിടെ നിന്ന് തുടങ്ങുക. മനസ്സ് സ്ഥിരമായി കഴിഞ്ഞാൽ ദുഃഖം പോലും ഗുരുവായി മാറും.